ഹായ്, ഞാൻ വിനോദ് കുമാർ, എയ്സിലെ ഇംഗ്ലീഷിൻ്റെ ഫാക്കൽറ്റിയാണ്. എയ്സിൻ്റെ എ ടു സെഡ് ഇംഗ്ലീഷ് ഗ്രാമർ എന്ന പുസ്തകം 4ാമത് എഡിഷൻ പൂർത്തീകരിച്ചിരിക്കുന്നു. നിരവധി ചോദ്യങ്ങൾ ഇതിനു മുൻപ് എക്സാമിന് വന്നിട്ടുണ്ട്, PSC എക്സാമിന് വന്നിട്ടുണ്ട്. 5ാമത്തെ എഡിഷൻ പണിപ്പുരയിലാണ്. 2025 ജൂൺ മുതൽ ഓഗസ്റ്റ് വരെ നടന്ന പ്രധാനപ്പെട്ട പരീക്ഷകളിൽ ചോദിച്ച കുറച്ച് ചോദ്യങ്ങൾ നമുക്കിന്ന് പരിചയപ്പെടാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ വേർഡ് സ്കേപ്പ് ഗോട്ട് മീൻസ്. എയ്സിൻ്റെ പുസ്തകത്തിൽ ഇത് അതുപോലെ അച്ചടിച്ചിട്ടുണ്ട്. പേജ് നമ്പർ 334. സ്കേപ്പ് ഗോട്ട് എന്ന് പറഞ്ഞാൽ മലയാളത്തിലും ചോദിക്കാറുണ്ട്, ബലിയാട് എന്നാണ്. മറ്റുള്ളവർ ചെയ്ത തെറ്റിൻ്റെ പേരിൽ ആരെങ്കിലും എന്ത് ചെയ്യുക, പഴിചാരിക്കുക. ആ അർത്ഥത്തിൽ വരുന്ന ഒരു പ്രയോഗമാണ് ഇത്. വൺ വേർഡായിട്ടും ചോദിക്കാം, മലയാളത്തിൻ്റെ പ്രയോഗത്തിലും ചോദിക്കാം. അടുത്തായിട്ട് വീണ്ടും എയ്സിൻ്റെ പുസ്തകത്തിൽ എങ്ങനെയാണോ അച്ചടിച്ചിട്ടുള്ളത് അതേപോലെ തന്നെയാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളത്. ആ വാക്ക് ഇപ്രകാരമാണ്, ഡാറ്റം എന്നതാണ്. ഡാറ്റം എന്നതിൻ്റെ പ്ലൂറലാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഡാറ്റ എന്നാണ്, സ്ഥിതിവിവര കണക്ക് എന്നാണ്. ഈ പുസ്തകത്തിൽ 133ാമത്തെ പേജിലാണ് അത് വരുന്നത്. അടുത്തതായിട്ട് പ്രധാനപ്പെട്ട ഒരു ഫ്രേസൽ വെർബാണ് പുട്ട് ഓഫ് എന്നത്. പുട്ട് ഓഫ് എന്നത് നിരവധി പരീക്ഷകളിൽ ആവർത്തിച്ചിട്ടുണ്ട്. എയ്സിൻ്റെ ഈ പുസ്തകത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പുട്ട് ഓഫ് എന്ന ഫ്രേസൽ വെർബിൻ്റെ മീനിങ് പോസ്റ്റ്പോൺ എന്നാണ്. പോസ്റ്റ്പോൺ എന്നതിൻ്റെ മലയാളവും എക്സാമിന് ചോദിക്കാറുണ്ട്. പേജ് നമ്പർ 222 അതുള്ളത്. അടുത്തത് ക്വസ്റ്റ്യൻ ടാഗുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇതും ആ പുസ്തകത്തിൽ എങ്ങനെയാണോ അച്ചടിച്ചിട്ടുള്ളത് അതേപോലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആവർത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ലെറ്റസ് ഗോ ഫോർ എ വാക്ക് എന്നാണ്. ലെറ്റസ് എന്നതിൻ്റെ ഷോർട്ട് ഫോം. ലെറ്റ്സ് വന്നാൽ ഷാൽ വി എന്നാണ് ആൻസർ എടുക്കുക. ഷാൽ വി എന്നാണ്. പേജ് നമ്പർ 188 അതിലുണ്ട് ഈ ഒരു ചോദ്യം. അടുത്തായിട്ട് കലക്റ്റീവ് നൗണുമായി ബന്ധപ്പെട്ടതാണ്. കലക്റ്റീവ് നൗണ് തെറ്റായ ഓർഡറിൽ കൊടുത്തിട്ട് അത് ശരിയായത് ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ് ചോദ്യം. ഇതും പുസ്തകത്തിൽ കൃത്യമായി രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. 249, 250, 251. എ പ്രൈഡ് ഓഫ് ലയൺസ്, അത് പുസ്തകത്തിൽ അച്ചടിച്ച് വെച്ച് അതേപോലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നു. എ ഫ്ലീറ്റ് ഓഫ് ഷിപ്സ് എന്നാണ് വേണ്ടത്. കപ്പലുകളുടെ കൂട്ടം, എ ഫ്ലീറ്റ് ഓഫ് ഷിപ്സ്. അതേപോലെ എ ബണ്ടിൽ ഓഫ് പേപ്പേഴ്സ് എന്നാണ് പറയുക. എ ബണ്ടിൽ ഓഫ് പേപ്പേഴ്സ് എന്ന് പറയും. പിന്നെയോ എ ട്രൂപ്പ് ഓഫ് മങ്കീസ് എന്ന് പറയാം. എ ട്രൂപ്പ് ഓഫ് മങ്കീസ്, TROOP. എ ട്രൂപ്പ് ഓഫ് മങ്കീസ് എന്ന് പറയാം. അതുപോലെ തന്നെ എ ട്രൈബ് ഓഫ് മങ്കീസ് എന്നും പറയാം. അടുത്തായിട്ടും കലക്റ്റീവ് നൗണുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം വന്നിട്ടുള്ളത്. ഇത് എയ്സിൻ്റെ എ ടു സെഡ് എന്ന പുസ്തകത്തിൽ 250ാമത്തെ പേജിലാണുള്ളത്. എ ഡാഷ് ഓഫ് സ്റ്റെയേഴ്സ് എന്നാണ്. അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ പരീക്ഷയ്ക്ക് ചോദിച്ചതായ ഒരു ചോദ്യമാണ്. എ ഡാഷ് ഓഫ് സ്റ്റെയേഴ്സ് എന്നാണ്. പുസ്തകത്തിൽ എ ഫ്ലൈറ്റ് ഓഫ് സ്റ്റെയേഴ്സ് എന്ന് കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഫ്ലൈറ്റ് FLIGHT എന്നാണ്. അടുത്തതായിട്ട് ക്വസ്റ്റ്യൻ ടാഗുമായി ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യമാണ്, ഐ ആം ഗുഡ് അറ്റ് ഗ്രാമർ എന്നാണ്. ഐ ആം ഗുഡ് അറ്റ് ഗ്രാമർ. ഇത് എയ്സിൻ്റെ 187ാമത്തെ പേജിലാണ് ഉള്ളത്. ആ പുസ്തകത്തിലെ 187ാമത്തെ പേജിലാണുള്ളത്. അവിടെയുള്ളത് ഐ ആം ഗുഡ് അറ്റ് ഗ്രാമർ എന്നതിന് പകരം ഐ ആം എ സ്റ്റുഡൻറ്റ് എന്നാണ്. നമുക്ക് തരുന്ന സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവിലാണെങ്കിൽ ടാഗ് വിൽ ബി നെഗറ്റീവ്. ആം പ്ലസ് നോട്ട് എന്നതിൻ്റെ ഷോർട്ട് ഫോം ആയിട്ട് ആൻ ടൈ എന്നാണ് എടുക്കേണ്ടത്. ആറിൻറ്റൈ എന്നുള്ള പ്രൊനൗൺസിയേഷൻ ആൻ ടൈ എന്നാണ്. അടുത്തായിട്ട് ചൂസ് ദ കറക്റ്റ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഒറ്റപ്പദമാക്കാൻ വേണ്ടിയിട്ടാണ്. എ പേഴ്സൺ ഹൂ ഡസ് നോട്ട് ബിലീവ് ഇൻ ഗോഡ് ഓർ എ പേഴ്സൺ ഹൂ ഡസ് നോട്ട് ബിലീവ് ഇൻ ദി എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ് എന്നാണ്. ഇത് സർവീസ് സഹകരണ ബാങ്കിൻ്റെ പരീക്ഷയ്ക്ക് 2025 ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള സാധനമാണ്. എ ടു സെഡ് എന്ന പുസ്തകത്തിൽ 245ാമത്തെ പേജിലാണ് ഈ ചോദ്യം വരുന്നത്. പുസ്തകത്തിൽ എങ്ങനെയാണോ രേഖപ്പെടുത്തിയിട്ടുള്ളത് അതേപോലെ തന്നെയാണ്. നിരീശ്വര വിശ്വാസി എന്നർത്ഥം വരുന്ന പദമാണ്. എത്തീസ്റ്റ് എന്നാണ് പറയുക, ദൈവത്തിൽ വിശ്വാസമില്ലാത്ത ആൾ. അടുത്തതായിട്ട് സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റ് എന്ന പാർട്ടിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. വൺ ഓഫ് ദ ബോയ്സ് ഡാഷ് ആബ്സെൻറ്റ് ടുഡേ എന്നാണ്. വൺ ഓഫ് ദ ബോയ്സ് ആബ്സെൻറ്റ് ടുഡേ എന്നാണ്. വൺ ഓഫ് പ്ലസ് പ്ലൂരൽ നൗൺ പ്ലസ് സിംഗുലർ വേർബ്, അതാണ് പാറ്റേൺ. ഇത് എയ്സിൻ്റെ 133ാമത്തെ പേജിലാണ് ഉള്ളത്. 133ാമത്തെ പേജിലാണ് ഉള്ളത്. ആൻസർ വൺ ഓഫ് ദ ബോയ്സ് തന്നതിൽ ഈസ് ആബ്സെൻറ്റ് ടുഡേ എന്നാണ്. അടുത്തായിട്ട് ടെൻസുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്, സിമ്പിൾ പാസ്റ്റ് ടെൻസ്.
ഐ ഡാഷ് മുംബൈ ലാസ്റ്റ് ഇയർ എന്നാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ നടന്നതായ സംഭവങ്ങളെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുക. ലാസ്റ്റ് വീക്ക്, ലാസ്റ്റ് മന്ത്, ലാസ്റ്റ് ഇയർ, എ ഇയർ എഗോ എന്നൊക്കെ പറഞ്ഞാൽ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. സോ ആൻസർ ഐ വിസിറ്റഡ് മുംബൈ ലാസ്റ്റ് ഇയർ എന്നാണ്. എയ്സിൻ്റെ ഈ പുസ്തകത്തിൽ 111 പേജിലാണ് ഉള്ളത്. അടുത്തായിട്ട് ഫ്രേസൽ വെർബുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഐ ഡാഷ് മൈ ന്യൂ ഡ്രസ്സ് എന്നാണ് ഓൺ മൈ ബർത്ത്ഡേ. അവിടെ ധരിക്കുക എന്നർത്ഥം വരുന്ന ഫ്രേസൽ വെർബാണ് ആവശ്യം. അത് പുട്ട് ഓൺ എന്നതാണ്. പുസ്തകത്തിൽ 222 പേജിലാണ് അത് വരുന്നത്. അടുത്തായിട്ട് ഓപ്പോസിറ്റ് ചോദിച്ചു, ആൻറ്റണിം എന്നതാണ്. മുൻപേ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. എമേച്വർ എന്നതാണ്. അൺസ്കിൽഡ് എന്ന അർത്ഥം വരുന്ന പദമാണ് എമേച്വർ. എമേച്വർ എന്നതിൻ്റെ ഓപ്പോസിറ്റ് പ്രൊഫഷണൽ എന്നാണ്. അത് എയ്സിൻ്റെ 236 പേജിലാണ് ഉള്ളത്. എ ടു സെഡ് എന്ന പുസ്തകത്തിൽ 236 പേജിൽ. അടുത്തായിട്ട് ഐഡൻറ്റിഫൈ ദ ആൻറ്റണിം ഫോർ ദ വേർഡ് ബെനവലൻറ്റ് എന്നാണ്. ബെനവലൻറ്റ് എന്നാണ്. ബെനവലൻറ്റ് എന്നതിൻ്റെ ഓപ്പോസിറ്റ് മെലവലൻറ്റ് എന്നാണ്. മെലവലൻറ്റ് എന്നാണത് വായിക്കുക, മെലവലൻറ്റ്. ഇങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങളാണ് മുൻവർഷ പരീക്ഷകളിൽ നമ്മുടെ ഈ എ ടു സെഡ് എന്ന പുസ്തകത്തിൽ നിന്നും ചോദിച്ചിട്ടുള്ളത്. ഇനിയും കൂടുതൽ ചോദ്യങ്ങൾ വരും വർഷങ്ങളിൽ ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഏറ്റവും പ്രാധാന്യമുള്ള ഒരു പുസ്തകമാണ്. താങ്ക് യു ഓൾ.